വേനൽ അവധിക്കാലത്ത് കേരളത്തിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് വിലങ്ങുതടിയാവുകയാണ് കുതിച്ചുയരുന്ന വിമാന ടിക്കറ്റ് നിരക്കുകൾ. സാധാരണ നിലയിൽ നിന്ന് 4 ഇരട്ടി വരെയാണ് ടിക്കറ്റിന് വിമാന കമ്പനികൾ ഈടാക്കുന്നത്. ഉയർന്ന ടിക്കറ്റ് നിരക്ക് യാത്രക്കാരെയും വിനോദസഞ്ചാര മേഖലയെയും ഒരുപോലെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ് റിപ്പോർട്ടിലേക്ക്. വേനലവധിക്കാലത്ത് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു ഉല്ലാസയാത്ര പോകാൻ ആഗ്രഹിക്കാത്ത ആരുണ്ട്? വിനോദസഞ്ചാര മേഖല അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ പറുദീസയായി കേരളം മാറേണ്ടതാണ്. എന്നാൽ ഈ അവധിക്കാലത്ത് കേരളത്തിലേക്കെത്താൻ പദ്ധതിയിടുന്ന മറുനാടൻ മലയാളികളും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും 2 വട്ടം ആലോചിക്കും. കുതിച്ചുകയറുന്ന വിമാനയാത്രാ നിരക്കു തന്നെയാണ് പ്രധാന കാരണം. അവധിക്കാലമാകുമ്പോൾ ടിക്കറ്റ് നിരക്കുകൾ പതിവിൽ നിന്നും 3-4 ഇരട്ടിയായി ഉയരുമെന്ന് ട്രാവൽ ഏജൻസി ഉടമകൾ പറയുന്നു. സാറേ, ഡൊമസ്റ്റിക്കിന് തന്നെ ഇപ്പോൾ ഒരു 4 ഇരട്ടി 5 ഇരട്ടി കൂടുതലാണ്. നോർമലി നമുക്കിപ്പോൾ ട്രിവാൻഡ്രം ടു ഡൽഹി അല്ലെങ്കിൽ ഡൽഹി ടു ട്രിവാൻഡ്രം നമുക്കൊരു 6000 രൂപ അപ്പ് ആൻഡ് ഡൗൺ ഒരു 12,000 രൂപയ്ക്ക് കിട്ടുമെങ്കിൽ ഇപ്പോൾ അത് 30,000 രൂപ 40,000 രൂപ റേഞ്ചിലാണ് നമുക്കിപ്പോൾ ഇപ്പോഴുള്ള നിലവിലുള്ള ചാർജ്. ഇത് എയർലൈന് ഈ ഒരു അവസരം നമ്മളെ ഈ വെക്കേഷൻ ടൈം ആൾക്കാർ കൂടുതൽ പാസഞ്ചർ കൂടുതൽ ട്രാവൽ ചെയ്യും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് അവരിത് മാക്സിമം സീറ്റ് ഹോൾഡ് ചെയ്തിട്ട് ഇത്രയും രൂപയ്ക്ക് ഇത്രയും ഉയർന്ന വിലയ്ക്ക് വിൽക്കുന്നതാണ്. ഇത് എല്ലാ വർഷവും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വിമാന കമ്പനികളുടെ എല്ലാ വർഷവും തുടർന്നുവരുന്ന പകൽക്കൊള്ളയിൽ വലയുന്നത് കൂടുതലും പ്രവാസികളാണ്. അവധിക്കാലത്ത് കുടുംബസമേതം നാട്ടിലെത്താൻ ആഗ്രഹിക്കുന്നവരെ കാത്തിരിക്കുന്നത് കീശ കാലിയാക്കുന്ന വിമാന നിരക്കുകൾ. ഈസ്റ്ററും വിഷുവുമടക്കമുള്ള ആഘോഷങ്ങൾക്ക് നാട്ടിലെത്തണമെങ്കിൽ പ്രതിമാസ ശമ്പളത്തിന്റെ സിംഹഭാഗവും ചെലവിടേണ്ട അവസ്ഥയാണ് ഇടത്തരക്കാരുടേത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി മടങ്ങുന്ന ഒരു 4 അംഗ കുടുംബത്തിന് വിമാന നിരക്കായി മാത്രം 1.5 ലക്ഷത്തിലധികം രൂപ ചെലവിടേണ്ടി വരുന്നു. വിമാന ടിക്കറ്റ് നിരക്കിന് സമാനമായി ഹോട്ടലുകളും നിരക്ക് വർദ്ധിപ്പിക്കും. കുതിച്ചുയരുന്ന നിരക്കുകൾ കണക്കിലെടുത്ത് യാത്രകൾ മാറ്റിവെക്കുന്നവരും നിരവധിയാണ്. സ്കൂൾ വെക്കേഷൻ ആവുമ്പോഴേക്കാണ് ഈ പിള്ളേരെയൊക്കെ കൊണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത്രയും വലിയ എമൗണ്ട് ആവുന്നത് കൊണ്ട് തന്നെ പലരും ട്രാവൽ ഉപേക്ഷിക്കുകയാണ്. ഈ ട്രാവൽ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അവർ ഉപേക്ഷിച്ച് പോവാണ്. ഒത്തിരി എൻക്വയറീസ് ഒക്കെ ഞങ്ങൾക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ ഫെയർ കേൾക്കുമ്പോൾ അവർ പറയും എന്തായാലും ഞങ്ങൾക്ക് കൊണ്ട് അഫോർഡബിൾ അല്ല ഈ പ്രൈസ്, അതുകൊണ്ട് അവർ ഉപേക്ഷിച്ച് പോവുകയാണ്. അവധിക്കാലം ആഘോഷിക്കാനുള്ള ആവേശം ടിക്കറ്റ് നിരക്ക് കേൾക്കുമ്പോൾ ഇല്ലാതാകുന്ന അവസ്ഥ. ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്കുള്ള യാത്രകൾ കീശ കാലിയാക്കാതിരുന്നാൽ ടൂറിസം മേഖലയ്ക്ക് അത് നല്ലത് മാത്രമേ ചെയ്യൂ. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ക്യാമറാമാൻ ജയകുമാറിനൊപ്പം VS അനന്തു, ദൂരദർശൻ ന്യൂസ്.